പാരൻസ് വരുത്തുന്ന ഒരു ബിഗ് മിസ്റ്റേക്ക് ഉണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി, നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന പല കാര്യങ്ങൾ കുട്ടികൾ ചെവി കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അത് കാര്യമാക്കി എടുക്കുന്നില്ല എന്നൊരു പരാതി വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, കുറേ നേരം ടി വി കാണുന്ന കുട്ടീൻ്റെ അടുത്തിട്ട് പോയിട്ട് നമ്മൾ പറയും, കുറേ നേരമായില്ലേ ടി വി കാണുന്നത്, ഇനി നിർത്തിക്കോ, കണ്ണ് നാശമാവും എന്ന് പറയും. കേൾക്കുന്ന കുട്ടി കാര്യം മനസ്സിലാക്കുന്നതിന് പകരം ആദ്യം പിക്ക് ചെയ്യുന്നത് ആ പറയുന്ന പാരൻറ്റിൻ്റെ ഇമോഷനെയാണ്. പലപ്പോഴും ഇങ്ങനെ പറയുന്ന പാരൻസ് ഒന്നുകിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചുകൊണ്ടായിരിക്കും പറയാം. അപ്പോൾ കുട്ടി ആദ്യം ഈ പാരൻറ്റിൻ്റെ ഇമോഷനെ പിക്ക് ചെയ്യുമ്പോൾ കുട്ടി മനസ്സിലാക്കുന്നത് എന്നെ എൻ്റെ പാരൻറ്റിന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഉമ്മക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്, ഞാൻ ടി വി കാണുന്നത് ഉമ്മക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലാണ് അവരത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യം അവർ അനുസരിച്ച് കൊള്ളണമെന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ അവരോടൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പം അവരുടെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ശൈലി, നമ്മൾ പറയുന്ന ടോണ് എല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ. അപ്പോൾ നമ്മൾ എന്താണോ പറയുന്നത് അതിൻ്റെ ഉദ്ദേശശുദ്ധി അവർക്ക് മനസ്സിലാവണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ശൈലികൾ മാത്രം മാറ്റിയാൽ മതിയാവും. ഇതിലൂടെ നമ്മൾ പാരൻറ്റും ഒരു ചൈൽഡുമായിട്ട് നല്ലൊരു ഹെൽത്തി ബോണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും.